ചില വാക്കുകൾ, ചില പേരുകൾ അറം പറ്റാറുണ്ട്. അതുപോലെയാണ് ബബ്ബഭ എന്ന സിനിമയുടെ കാര്യത്തിൽ ദിലീപിൻ്റെ കാര്യവും. ബബ്ബഭ സിനിമ ആവറേജ് റിപ്പോർട്ടാണ്. ബബ്ബഭ എന്ന സിനിമയ്ക്ക് ആവറേജ് റിപ്പോർട്ടാണ് ഉള്ളത്. മോഹൻലാലിൻ്റെ പെർഫോമൻസാണ് സിനിമയെ രക്ഷപ്പെടുത്തിയത്. എന്തായാലും ബബ്ബഭ സിനിമയ്ക്ക് ശേഷം ദിലീപ് ബബ്ബഭ ആകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഭയം, ഭക്തി, ബഹുമാനം എന്നതാണ് ബബ്ബഭയുടെ പൂർണ്ണരൂപമെങ്കിലും ബബ്ബഭ അടിക്കുന്ന സ്ഥിതിഗതികളാണ് ദിലീപിനെ കാത്തിരിക്കുന്നത്. അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. വിചാരണ കോടതിയിലെ വീഴ്ചകൾ ഒന്നൊന്നായി പറഞ്ഞു അതിജീവിത മുഖ്യമന്ത്രിയോട്. 1.5 മണിക്കൂറോളമാണ് അതിജീവിതയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നീണ്ടത്. അതിജീവിതയ്ക്ക് മുഖ്യമന്ത്രി വാക്കുകൊടുത്തു, സർക്കാർ കൂടെയുണ്ടെന്ന്, കേരളം കൂടെയുണ്ടെന്ന്. അതിജീവിത മുഖ്യമന്ത്രിയുടെ അടുത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു എന്നാണ് റിപ്പോർട്ട്. എന്തായാലും ദിലീപിന് എതിരായ വിചാരണ കോടതിയുടെ ഉത്തരവിന് ദിലീപിനെതിരായി അപ്പീൽ പോകാൻ സർക്കാർ തീരുമാനിച്ചു. ക്രിസ്മസിന് ശേഷം ഉടൻ തന്നെ അപ്പീലുമായി സർക്കാർ ഹൈക്കോടതിയിലെത്തും. വിചാരണ കോടതിയുടെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള വിചാരണ കോടതി ഉത്തരവിൻ്റെ ലൂപ്പ് ഹോൾസ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള അപ്പീലുമായാകും സർക്കാർ കോടതിയിൽ എത്തുക. അതിജീവിത പറയുന്ന അഭിഭാഷകനെ നിയോഗിക്കാമെന്ന വാഗ്ദാനവും മുഖ്യമന്ത്രി അതിജീവിതയ്ക്ക് നൽകി. എന്തായാലും അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാർ എന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ നടപടിയിലൂടെ. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയുടെ കാലം വീണ്ടും വരുന്നു. ദിലീപ് സിനിമയിൽ ശക്തമായ തിരിച്ചുവരവ് നടത്താൻ ഒരുങ്ങുകയാണ്. ദിലീപിനെ വെച്ച് സിനിമ എടുക്കാൻ ഇപ്പോൾ സിനിമയൊന്നും ഇല്ലാത്ത സംവിധായകർ ആഘോഷപൂർവ്വം വരുന്നു. ജോണി ആൻ്റണിയൊക്കെ ആഘോഷപൂർവ്വമാണ് ദിലീപിനെ വെച്ച് സിനിമ എടുക്കാൻ എത്തുന്നത്. കാരണം അവർക്കത് ഇപ്പോൾ സിനിമയില്ല. മാറുന്ന കാലത്ത് സിനിമാ സംവിധായകർ അഭിനേതാക്കളായി മാറുന്ന കാഴ്ചയൊക്കെ കാണുന്നു. എന്തായാലും CID മൂസ 2ഉം CID മൂസ 3ഉം ഒക്കെയായി പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കുന്നു ദിലീപ്. പക്ഷേ ഈ പ്രോജക്റ്റുകളൊക്കെ നടക്കുമോ എന്നത് കണ്ടറിയണം. കാരണം വിചാരണ കോടതിയുടെ ഉത്തരവ്, ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിചാരണ കോടതിയുടെ ഉത്തരവ് നന്നായി പഠിച്ച ശേഷമാണ് സർക്കാർ അപ്പീലിന് പോവുക. ദിലീപിനെ അതിവേഗം പൂട്ടാനാണ് സർക്കാരിൻ്റെ നീക്കം. തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ രാഷ്ട്രീയമായ ഇടപെടലും പിണറായി ഇതിൽ കാണുന്നുണ്ട്. രാഷ്ട്രീയമായ ഗുണവും പിണറായി ഇതിൽ കാണുന്നുണ്ട്. കേരള സമൂഹം മുഴുവൻ ദിലീപിന് എതിരാണ്. പണം കൊടുത്തു വച്ചിരിക്കുന്ന കുറച്ച് ഫാൻസുകാർ മാത്രമാണ് ഇപ്പോൾ ദിലീപിനോടൊപ്പം ഉള്ളത്. കേരള സമൂഹത്തിൻ്റെ പുറംപോക്കിലാണ് ദിലീപ് എന്ന നടൻ. ബബ്ബഭ സിനിമയ്ക്ക് മോഹൻലാൽ വന്നിട്ടും വലിയ ഹൈപ്പ് ഉണ്ടാകാത്തത്, ആവറേജ് സിനിമയായിട്ടും വലിയ ഹൈപ്പ് ഉണ്ടാകാത്തത് അതുകൊണ്ടാണ്. മോഹൻലാൽ ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് പൊളിറ്റിക്സ് കേരളയുടെ അഭിപ്രായം. പിന്നെ മോഹൻലാലിൻ്റെ ഇഷ്ടം. എന്തായാലും മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ വന്നതുകൊണ്ടാണ് ഈ ചിത്രത്തിന് വലിയൊരു ഹൈപ്പ് ലഭിച്ചത്. പക്ഷേ ഈ ചിത്രത്തിൻ്റെ പേര് പോലെ തന്നെ ദിലീപ് ബബ്ബഭ അടിക്കുന്ന കാര്യങ്ങളാണ് അണിയറയിൽ നടക്കുന്നത്. സർക്കാർ ശക്തമായ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു. അതിലൊരു മാറ്റവുമില്ലെന്ന് മുഖ്യമന്ത്രി അതിജീവിതയോട് പറഞ്ഞു കഴിഞ്ഞു. അതിജീവിതയുടെ വേദന അറിയുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ട് എന്നുള്ളത് തന്നെ ഭാഗ്യമാണ്. പിണറായി വിജയൻ അതിജീവിതയുടെ കാര്യത്തിൽ പ്രത്യേക താല്പര്യം എടുക്കുന്നു. മറിച്ച് അതിനപ്പുറം പിണറായി ഒരു കാര്യം തീരുമാനിച്ചാൽ ആ കാര്യം നടപ്പാക്കാൻ അദ്ദേഹം കാണിക്കുന്ന ആർജവവും ശ്രദ്ധേയമാണ്. അതാണ് പിണറായി വിജയൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് അദ്ദേഹം 2ാം തവണയും അധികാരത്തിൽ വന്നത്. അതിജീവിതയ്ക്ക് വേണ്ടി നിലയുറപ്പിക്കുന്നതിലൂടെ രാഷ്ട്രീയമായി മുതലെടുപ്പിൻ്റെ തന്ത്രങ്ങളും ഇടതുപക്ഷം പരീക്ഷിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തെ പ്രമുഖരെല്ലാം അതിജീവിതയ്ക്കൊപ്പം നിലനിന്നുകൊണ്ട് ദിലീപിനെ തള്ളിപ്പറഞ്ഞ് വന്നു കഴിഞ്ഞു. പ്രത്യേകിച്ചും മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ. അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടത് ഈ കേസിലെ മറ്റൊരു ടേണിംഗ് പോയിൻ്റാണ്. കേസ് അവസാനിക്കുന്നില്ല എന്ന ശക്തമായ സൂചനയാണ് ഇതിലൂടെ ലഭിച്ചത്.
അതിജീവിതയുടെ വേദന മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് മുഖ്യമന്ത്രി ഉൾക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ക്രിസ്തുമത്തിന് ശേഷം ദിലീപിനെ പൂട്ടാനുള്ള നടപടികളുമായി അപ്പീലിന് പോകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു.